ഗസ വിഷയത്തിലെ പ്രതികരണത്തെ തുടർന്നുണ്ടായ സൈബർ ആക്രമണത്തിൽ പ്രതികരിച്ച് പ്രൊഫസർ എം ലീലാവതി. എതിർക്കുന്നവർ സ്വതന്ത്രമായി എതിർക്കട്ടെ എന്നും അവരോട് ശത്രുതയില്ലെന്നും എം ലീലാവതി പറഞ്ഞു. ഗസയിലെ കുഞ്ഞുങ്ങളെ കാണുമ്പോൾ എങ്ങനെയാണ് തൊണ്ടയിൽ നിന്ന് ചോറിറങ്ങുക എന്ന എം ലീലാവതിയുടെ പരാമർശത്തിലാണ് സൈബർ ആക്രമണം ഉണ്ടായത്. ഡോക്ടർ ലീലാവതിയുടെ പ്രതികരണം. ഞാൻ കൊച്ചു കുട്ടികൾക്ക് ജാതി മതമൊന്നുമില്ല. കുട്ടികളാണ്. വിശക്കുന്ന കുട്ടികൾ ഏത് നാട്ടിലായാലും ഏത് ജാതിയായാലും ഏത് മതമായാലും എനിക്ക് ഒരുപോലെയാണ്. ഞാൻ അതേ പറഞ്ഞിട്ടുള്ളൂ. അല്ലാണ്ട് ഒരു പ്രത്യേക രാഷ്ട്രീയമൊന്നും അതിൻ്റെ പിന്നിലില്ല. പണ്ട് 2019 ഞാൻ ഓണത്തിന് വെറും കഞ്ഞി കുടിച്ചു. വേറെ ആരും ഉണ്ടായിരുന്നില്ല. എന്താ കാരണം എന്ന് വെച്ചാൽ അന്ന് വയനാട്ടിലെ കുട്ടികളുടെ പട്ടിണിയെ പറ്റി വാർത്ത ഉണ്ടായിരുന്നു. അപ്പം എൻ്റെ നാട്ടിലെ കുട്ടികളായാലും ശരി, വേറെ ഏത് നാട്ടിലെ കുട്ടികളായാലും ശരി, എൻ്റെ കണ്ണിലെ കുട്ടികൾ മാത്രമാണ്. ആൻമരിയ സണ്ണി വിവരങ്ങളുമായി. ആൻമരിയ സണ്ണി, നമ്മളൊക്കെ ഏറ്റവും ബഹുമാനിക്കുന്ന പ്രൊഫസർ എം ലീലാവതി ടീച്ചറിന് പോലും ഇത്തരത്തിലേക്ക് സൈബർ ആക്രമണം നേരിടേണ്ടി വരുന്നു എന്നുള്ളത് എത്രയോ ദൗർഭാഗ്യകരമാണ്. ഇപ്പോൾ ടീച്ചറുടെ പ്രതികരണമാണ് നമ്മൾ കേട്ടത്. വിവരങ്ങൾ. അനുജ, തീർച്ചയായിട്ടും ടീച്ചർ അമ്മ എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ പ്രൊഫസർ എം ലീലാവതിയുടെ അരികിലേക്ക് ചെല്ലുന്നത്. ആ വ്യക്തിയെക്കുറിച്ചാണ് ഈ രീതിയിൽ, അതും വളരെ രൂക്ഷമായിട്ടുള്ള രീതിയിൽ, കേട്ടാൽ അറക്കുന്ന രീതിയിലുള്ള സൈബർ ആക്രമണം നേരിടേണ്ടി വന്നത്. ടീച്ചർ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: ഗസയിലെ കുഞ്ഞുങ്ങൾ, വിശന്നൊട്ടിയ വയറുമായി കൈനീട്ടി നിൽക്കുന്ന ഗസയിലെ കുഞ്ഞുങ്ങളെ കാണുമ്പോൾ തനിക്ക് എങ്ങനെയാണ് തൊണ്ടയിൽ നിന്നും ചോറിറങ്ങുക എന്നതായിരുന്നു ടീച്ചറുടെ പരാമർശം. ഈ പരാമർശത്തിന് പിന്നാലെയാണ് പ്രൊഫസർ എം ലീലാവതിക്ക് നേരെ രൂക്ഷമായിട്ടുള്ള സൈബർ ആക്രമണം നേരിടേണ്ടി വന്നത്. ചില ഗ്രൂപ്പുകളിലൊക്കെ അതുമായി ബന്ധപ്പെട്ടുള്ള ചില പോസ്റ്റുകൾ വരുന്നു, ചില കമന്റുകൾ വരുന്നു. ഈ രീതിയിലൊക്കെയാണ് സൈബർ ആക്രമണം ഉണ്ടാകുന്നത്. അതിൽ ചില ആളുകൾ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്: ഗസയിൽ മാത്രമല്ല, നമ്മുടെ നാട്ടിലും കുട്ടികൾ വിശന്ന് മരിക്കുന്നുണ്ടല്ലോ, അത് ടീച്ചർ കാണുന്നില്ലേ എന്ന രീതിയിലുള്ള ആക്രമണങ്ങൾ വരുന്നു. പല ഗ്രൂപ്പുകളിലേക്കും അടക്കം ഈ പോസ്റ്ററുകളൊക്കെ ആയിട്ടാണ് സൈബർ ആക്രമണം ഉണ്ടാകുന്നത്. ഇതിലാണ് ഇപ്പോൾ ടീച്ചറുടെ ഒരു പ്രതികരണം വന്നിരിക്കുന്നത്. ഈ പ്രതികരണത്തിന് തൊട്ട് പിന്നാലെ മന്ത്രി വി ശിവൻകുട്ടി ഫേസ്ബുക്കിൽ ടീച്ചറിനെ അനുകൂലിച്ചുകൊണ്ട്, പ്രൊഫസർ എം ലീലാവതിയെ അനുവദിച്ചുകൊണ്ട് ഒരു ഫേസ്ബുക്ക് പോസ്റ്റും ഇട്ടിട്ടുണ്ടായിരുന്നു. ഗസയിലെ കുട്ടികളെ കുറിച്ചുള്ള ടീച്ചറുടെ വാക്കുകൾ, അതൊരു മനുഷ്യസ്നേഹിയുടെ ഹൃദയത്തിൽ നിന്നുള്ള വാക്കുകൾ എന്നായിരുന്നു വി ശിവൻകുട്ടിയുടെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറഞ്ഞിരിക്കുന്നത്. ഇതിലിപ്പോൾ പ്രൊഫസർ എം ലീലാവതി പറയുന്നത് ഇങ്ങനെയാണ്: എല്ലാ കുഞ്ഞുങ്ങളും തനിക്ക് ഒരു അമ്മ തന്റെ കുഞ്ഞുങ്ങളെ കാണുന്നത് പോലെയാണ് എല്ലാ കുഞ്ഞുങ്ങളെയും ഞാൻ കാണുന്നത്. അതിൽ ജാതിയോ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ല. ഈ ഗസയിലെ കുഞ്ഞുങ്ങളുടെ കാര്യങ്ങൾ ഓർത്തുകൊണ്ട് മാത്രമല്ല, 2019 വയനാട്ടിലെ കുഞ്ഞുങ്ങളുടെ കാര്യം ഓർത്തുകൊണ്ട് ഓണത്തിന് ഞാൻ കഞ്ഞി കുടിച്ച അനുഭവം വരെയുണ്ട്. അതിലൊരു ജാതിയോ മതമോ ഒന്നുമില്ല. എതിർപ്പുകൾ തനിക്ക് ആദ്യം മുതൽ തന്നെ ഉണ്ടായിട്ടുണ്ട്. ആ എതിർപ്പുകളൊക്കെ എതിർക്കുന്നവർ സ്വതന്ത്രമായി എതിർക്കട്ടെ. ഈ എതിർപ്പുകൂടെ തന്നെയാണ് ഞാൻ ജീവിച്ചു വന്നത്. ഇനിയും തനിക്ക് പറയാനുള്ള കാര്യങ്ങൾ താൻ പറയുക തന്നെ ചെയ്യുമെന്നാണ് പ്രൊഫസർ എം ലീലാവതി പറഞ്ഞിരിക്കുന്നത്. ഇതിനകത്ത് നമ്മൾ കാണേണ്ട ഒരു കാര്യം, സൈബർ ആക്രമണമൊക്കെ രൂക്ഷമായിട്ടുള്ള രീതിയിലൊക്കെ പല ആളുകൾക്കും നേരിടേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. ചില കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനെയൊക്കെ പല രീതിയിൽ, അത് അങ്ങേയറ്റം കടന്നു കയറിക്കൊണ്ടുള്ള രീതിയിലുള്ള സൈബർ ആക്രമണമൊക്കെ വരുന്നതാണ്. പക്ഷേ ഒരു സമൂഹം ഇത്രയധികം ബഹുമാനത്തോടു കൂടി കാണുന്ന പ്രൊഫസർ എം ലീലാവതി ടീച്ചറെ പോലെയുള്ള ആളുകൾക്കും സൈബർ ആക്രമണം നേരിടേണ്ടി വരുന്നു എന്നുള്ളത് ശരിക്കും സഹിക്കാൻ കഴിയാത്ത, അല്ലെങ്കിൽ പറയാൻ പോലും കഴിയാത്ത കാര്യങ്ങൾ തന്നെയാണ്. അനുജ, തീർച്ചയായും ഏറ്റവും ദൗർഭാഗ്യകരമാണ്. ആ വിഷയത്തിലാണ് ഇന്നിപ്പോൾ പ്രൊഫസർ എം ലീലാവതി ടീച്ചർ പ്രതികരിച്ചത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.